സർ, ഗണേഷ് കുമാർ വീണ്ടും വിവാദത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവിഹിതം എന്നതല്ല. ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായ ഒരു വ്യക്തി ജനങ്ങളെ സേവിക്കുന്ന ഒരാൾ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ചെയ്തത് എന്ന് വളരെ വ്യക്തമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത് തന്നെ ഖേദകരമാണ്. പക്ഷെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു മന്ത്രി എങ്ങനെയാണ് സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ടതെന്ന് നമുക്കൊക്കെ അറിയാം. ഗണേഷ് കുമാർ ആ പരിധികളൊക്കെ പലതവണ ലംഘിച്ചയാളാണ്. വീണ്ടും അധികാരത്തിലെത്തിയ ആളാണ്, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ വിനോദ് സാറിന് എന്ത് തോന്നുന്നു? ഇത് ഏത് വിഷയത്തിലാണ് ഗണേഷ് കുമാർ ഇനി രാജിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒപ്പം ഇത്തരം മന്ത്രിമാർ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് അതെന്താണ്? ഒപ്പം ഇത് കണ്ടുകൊണ്ട് നിന്ന പോലീസുകാർ എന്ന് പറയുന്ന ചിലരുണ്ട്. അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവരെടുത്ത ഒരു നിലപാട്, അവർ ആ ഭാര്യയുടെ വാക്കുകൾ എന്തുകൊണ്ട് ചെവിക്കൊണ്ടില്ല? ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. വിനോദ് സാറിന് എന്താണ് തോന്നുന്നത്? നീതു, ഇതൊരു വലിയ ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഗതികേടാണ്. സദാചാരം ചർച്ച ചെയ്യുന്നതിനേക്കാളും ഒരു വൃത്തികെട്ട പരിപാടി ഇല്ലെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നത്. കരഞ്ഞാൽ ഈ സദാചാരം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ആവേശീയമായ കാഴ്ചപ്പാടാണ്. നമ്മുടെ കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും ഒക്കെ അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും പല വ്യത്യസ്ത കാലയളവിൽ അത് മാറ്റം വരും. 30 വർഷം മുമ്പുള്ള സദാചാരമല്ല ഇന്നത്തെ സദാചാരം, 100 വർഷം മുമ്പുണ്ടായിരുന്ന സദാചാരമല്ല ഇന്നത്തെ സദാചാരം. അപ്പൊ അതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഇന്നത്തെ സദാചാരമെന്ന് ആര് തീരുമാനിക്കുമെന്നൊക്കെ ഉള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അവിടെ നിർത്തിയിട്ട് മറ്റു ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് ബന്ധപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കുറച്ചും കൂടെ ഉചിതമായിരിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതായത് നീതു ചോദിച്ച ഒരു ചോദ്യം, മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കുമോ എന്നുള്ളതാണ്. രാജിവെക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്, അത് വന്നു കഴിഞ്ഞു. ഞാനിപ്പോ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന 10-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 12:55 ഉച്ചയ്ക്ക് 12:55 തൊട്ട് മുന്നേ ഞാൻ 1 മിനിറ്റിന് മുമ്പ് ചാനൽ നോക്കിയപ്പോൾ മിന്നി പറഞ്ഞത് രാജിയില്ല, ഭാര്യ ക്ഷമ നൽകി, അല്ലെങ്കിൽ ഭാര്യയോട് മാപ്പ് ചോദിച്ചു, മാപ്പ് നൽകി. അതുകൊണ്ട് ഇനി ഇപ്പൊ നിങ്ങളാരും അതിനകത്ത് ഇടപെടണ്ട എന്നുള്ളതാണല്ലോ അതിനകത്ത്. ഒരു അടുത്ത ചോദ്യം അതാണ്, നിങ്ങളാരും ഇനി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട എന്ന് രണ്ടുപേരും പറയുന്നതിന് തുല്യമാണ്. പക്ഷെ അതിനകത്തൊരു വലിയൊരു മേജറായിട്ടുള്ള 2-3 പ്രശ്നമുണ്ട്. ഒന്ന്, ആദ്യം നീതു ചോദിച്ച ഒരു രാഷ്ട്രീയക്കാരന് എന്ത് സദാചാരമാണ് വേണ്ടത്, അല്ലെങ്കിൽ സദാചാര ലംഘനം പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന് കാലികമായ ഒരു നിയമമാണ്, അല്ലെങ്കിൽ കാലികമായ ഒരു ധർമ്മമാണ്. അതായത് ഞാൻ ഒരു 100 വർഷം മുൻപ് സദാചാരത്തെ കണ്ടിരുന്നത് പോലല്ല ഇന്നത്തെ ജനത സദാചാരത്തെ കാണുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത്, ആണുങ്ങള് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല, കുട്ടികള് ആൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല. ഞാനിത് പറയുന്ന ഏകദേശം 35-40 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. 81, 82-കളിൽ 83-കളിൽ അത് നോക്കിയാൽ തന്നെ വലിയ സംഭവമാണ്. എന്റെ പിള്ളേർ പഠിക്കുന്ന സ്ഥലത്ത് അവർ ഇടകലർന്നാണ് ഇരിക്കുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എറണാകുളത്തെ ഒരു സ്കൂളില് സ്കൂളുകാർ നിർബന്ധമായിട്ടും ഇടകലർത്തിയാണ് പിള്ളേരുന്നത്. കാരണം അവിടെ ആണും പെണ്ണും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. വീട്ടിലെ സഹോദരനും സഹോദരിയും പോലെയാണ് അവര് ആ സ്കൂളിൽ ജീവിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ഹെൽത്തി സെറ്റപ്പ്. അപ്പൊ ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചിന്തകൾ വ്യത്യാസമായിരിക്കും. ഒരു സമയത്ത് തന്നെ ജീവിക്കുന്ന 15 വയസ്സുകാരൻ ചിന്തിക്കുന്നത് പോലെയല്ല 60 വയസ്സുകാരൻ ചിന്തിക്കുന്നത്. അപ്പൊ സദാചാരം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ സദാചാരത്തിനെ കുറിച്ച് ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ഒന്നുകിൽ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ മനുഷ്യന്റെ പൊതുജനത്തിന്റെ സങ്കല്പം അനുസരിച്ച്. അതാണ് ഞാൻ പറഞ്ഞ മാറി വരുമെന്നുള്ളത്. നമുക്ക് ഇപ്പം ഈ ഇദ്ദേഹത്തിന്റെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 1900 അതായത് ഇവരുടെ ഈ 10 വർഷത്തിന് മുന്നേ 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് ഈ ഗണേശൻ മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ഡോക്ടർ യാമിനി തങ്കച്ചി ഒരു വലിയ പ്രശ്നമുണ്ടാക്കുകയും അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന, ഇതൊരു വളരെ ടിപ്പിക്കൽ, വളരെ രസകരമായ എക്സാമ്പിളാണ്. ഞാൻ ആ ഒരു സംഭവത്തിനെ അതിനകത്തെ എക്സാമ്പിളായിട്ട് മാത്രം കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്നത്തെ ഭാര്യ യാമിനി തങ്കച്ചിയുടെ പരാതിയിൽ
രാജിവെക്കാൻ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എഴുതി കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിക്ക് വേറെ മാർഗമില്ലാതായി. നിങ്ങൾ രാജിവെക്കേണ്ടി വരും എന്ന് പറഞ്ഞ് രാജി എഴുതി തരാൻ പറഞ്ഞു കാണും. ആ രാജി അദ്ദേഹം ഗവർണറെ ഏൽപ്പിച്ചു. ഇത് നമുക്കറിയാം. അന്ന് ഈ രാജിക്ക് വേണ്ടി ഏറ്റവും വലിയ മുറവിളി നടത്തിയത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ നേതാവായിരുന്ന അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇവരുടെയൊക്കെ ബൈറ്റുകൾ കഴിഞ്ഞ ദിവസം പല ചാനലുകളും വീണ്ടും വീണ്ടും കാണിക്കുകയുണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് 2014 ഇലക്ഷന് അടുത്ത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ ഗണേഷ് കുമാർ ഇവരുടെ സൈഡിൽ ചേർന്ന് മത്സരിച്ചു. ഇവര് പറഞ്ഞ, അതായത് ധാർമ്മികമായ പരാജയത്തിന്റെ പേരിൽ രാജിവെക്കണം എന്ന് പറഞ്ഞ ഈ ഗണേഷ് കുമാറിനെ അവരുടെ പാർട്ടിയിലെ, അവരുടെ ഈ മുന്നണിയിലെ അംഗമായിട്ടല്ലേ അവര് തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ വേണ്ടി സമ്മതിച്ചത്. എന്നിട്ട് അത് പോട്ടെ, ഇനി ജനം എന്ത് തീരുമാനിച്ചു? ജനം പറഞ്ഞു, ഇദ്ദേഹം പത്തനാപുരത്ത് 2001 മുതൽ 5 പ്രാവശ്യം തുടർച്ചയായിട്ട് പിന്നെ വിജയിച്ചു വരികയാണ്. അപ്പോ ഈ പ്രശ്നത്തിന് ശേഷം പത്തനാപുരത്തെ ജനം എന്ത് തീരുമാനമെടുത്തു? അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തു. അപ്പൊ ജനത്തിന് സദാചാര ബോധം അത്രേ ഉള്ളൂ. അപ്പൊ ജനത്തിന് സദാചാര ബോധം പ്രശ്നമില്ല. ആ പ്രത്യേക സ്ഥാനാർത്ഥിയുടെ സദാചാര ബോധം പ്രശ്നമല്ല. അല്ലെങ്കിൽ ആ സദാചാരത്തിന് ഉപരിയായിട്ട് അവർ മറ്റെന്തോ ഗുണങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നു എന്നതുകൊണ്ടാണല്ലോ നമുക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിനെ. അല്ലാതെ നമ്മൾ എങ്ങനെയാ അതിനെ കാണുക? അപ്പൊ ജനത്തിന് പ്രശ്നമില്ല എന്നത് ഞാൻ ദുഃഖത്തോടെ തിരിച്ചറിയണം. ഇതാണ് ആദ്യത്തെ എനിക്ക് പറയാനുള്ള കാര്യം. ഇതാണ് ഞാൻ ചോദിച്ചത്, ആരുടെ സദാചാരമാണ് പ്രസക്തമെന്ന് ചോദിച്ചത്. ഇതേ പറഞ്ഞ പാർട്ടി, അതായത് ഇദ്ദേഹത്തിനെ രാജിവെപ്പിച്ച പാർട്ടി തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും അവരുടെ കൂടെ കൂട്ടിയതും മത്സരത്തിൽ പങ്കെടുപ്പിച്ചതും ജയിച്ചു വന്നപ്പോ ഇപ്പതാ മന്ത്രിയാക്കിയത്. ഇനി അവിടെ കൊണ്ട് തീർന്നോ? 2019 പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പലപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങള് നമുക്കറിയാം. അത് തന്നെ ഒരേ രാഷ്ട്രീയ, അപ്പൊ ധാർമ്മികത പറയുന്ന പാർട്ടികൾ സ്വന്തം പാർട്ടിയിലെ ആളാണ് കുറ്റാരോപിതനെങ്കിൽ എടുക്കുന്ന നയവും, മറ്റേ പാർട്ടി എതിർചേരിയിൽ നിൽക്കുന്ന ഒരാളാണ് രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതേ കുറ്റം ചെയ്തതെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുന്ന നിലപാട് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടില് ആർക്ക് വേണമെങ്കിലും അവന് തോന്നുന്നത് പോലെ, എൻ്റെ കയ്യിലുള്ള പവറും എൻ്റെ സ്വാധീനവും എൻ്റെ ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ ഈ ഗണേഷ് കുമാർ പറഞ്ഞ ഒരു വളരെ രസകരമായ 2-3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മുടെ സത്യം പറഞ്ഞാൽ വളരെ കാര്യമായി ചർച്ച ചെയ്യേണ്ടതാണ്. എനിക്കെന്താ പ്രശ്നം? പണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുമായിരുന്നോ എന്നും കൂടെ ചോദിക്കണം. എന്താ പ്രശ്നം? എനിക്ക് പ്രണയമുണ്ട്. എനിക്ക് ഒന്നല്ല 5000-ലധികം പ്രണയം ഉണ്ടെന്ന് വെച്ചോ. നല്ല ചൂടുള്ള പ്രണയങ്ങൾ. ഇത് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് എനിക്കിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്. ഇത് ചൂടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രണയമാണ്. മനസ്സിലായി? ചൂടുള്ള പ്രണയം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയാം. ഞാൻ ഇതുവരെ ഒരാളും ചൂടുള്ള പ്രണയം എന്ന് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ചൂടുള്ള പ്രണയം എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെന്തോ ആണെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു ലൈംഗിക ചൊവ്വയുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഓക്കെയാണ്, അത് ജനങ്ങളോട് തുറന്നു പറയാണ്. എന്നാലും എന്റെ ജനങ്ങൾ എന്റെ കൂടെ കാണുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോ പിന്നെ എന്ത് സദാചാരം? സദാചാരത്തിന്റെ നിർവചനം വേണം മാറ്റി എഴുതാൻ. ഇപ്പൊ കോടതികൾ തന്നെ ഇപ്പൊ നമുക്കറിയാലോ. പണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഒരു സ്ത്രീയെയും പുരുഷനെയും പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. കോടതികൾ എന്താ പറഞ്ഞത്? അത് നോക്കേണ്ട കാര്യമില്ല. ഏത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് ഒരു ഹോട്ടൽ റൂമിൽ റൂം എടുക്കുന്നതിന് നിങ്ങൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. അവർക്ക് രണ്ടുപേർക്ക് സമ്മതമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവരുടെ ഏജ് നോക്കണം. ഒരു കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറ്റൂല. പക്ഷേ 18 വയസ്സിന് മേളിലുള്ളവരാണെങ്കിൽ 21 വയസ്സിന് മേളിലുള്ള ഒരു പ്രശ്നം നിങ്ങളത് ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കോടതികൾ ഹോട്ടലുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേര് തമ്മിൽ ഇനി ലൈംഗിക ബന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സമ്മതപ്രകാരമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ പരാതി പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. വൃത്തികെട്ട പല സാധനങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മണ്ടനാവുകയാണ് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ആരോപിച്ചത് ഏതോ സ്ത്രീയുമായിട്ട് കാണാൻ പാടില്ലാത്ത തരത്തിൽ കണ്ടു. കാണാതെ പോയി എന്നല്ല പറഞ്ഞേ, കാണാൻ പറ്റാത്ത ഇതിൽ കണ്ടു. ഇത് അവരുടെ വാക്കുകൾ, ഞാൻ അതെടുത്ത് പറയാണ്. അത് പറഞ്ഞ അടുത്ത ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. ഇനി നീത്ത് ചോദിച്ച മറ്റൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. പോലീസുകാർ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ വെച്ച് അലക്കുന്ന ഇവരെ വിട്ടു. കരഞ്ഞ ഈ സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം.
ഈ അഡൽട്ടറി ആണ് കേസെങ്കിൽ അതിന് ഭാര്യയോ ഭർത്താവോ വേണം പരാതി നൽകാൻ. അല്ലാതെ എനിക്ക് പോയിട്ട് ഈ രണ്ടുപേര് തമ്മിൽ ഇവരുടെ ദാമ്പത്യ ബന്ധം ശരിയല്ല, അതായത് ഗണേശിന്റെയും ബിന്ദു മേനോന്റെയും ദാമ്പത്യ ബന്ധം ശരിയല്ല, അതിനകത്ത് മൂന്നാമത്തെ ഒരു കക്ഷിയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കാൻ ഞാൻ ആരാ? അതുകൊണ്ട് KSUവിന്റെ വൈസ് പ്രസിഡന്റ് അതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് പറയണം. ക്രിമിനൽ കുറ്റം വന്നാൽ വേറെയാണ്. പക്ഷെ അവർ പറയുന്ന ഒരു ക്രിമിനൽ കുറ്റവും നടന്നതായിട്ട് എനിക്ക് പരാതിയില്ല, ഞാൻ പരാതി എഴുത്തടാൻ നൽകല്ല. ഇനി 122 വിളിച്ച് ഈ എല്ലാവരും പോലീസുകാരെ തെറി പറയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. പോലീസിനെ നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരാക്കി വിടുന്ന ഒരു സംസ്ഥാനമാണ്. പോലീസിന്റെ നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ നിത്യമായ കാര്യങ്ങളിൽ നമ്മളെ, അതായത് മറ്റുള്ളവരാരും രാഷ്ട്രീയക്കാർ ഇടപെടാത്ത ഒരു സംസ്ഥാനമാണ്, രാജ്യമാണെങ്കിൽ ഈ പോലീസിനെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. ഇന്ന് ഇവിടെ എന്താണ് നടക്കുന്നറിയാം? അതായത് ഭരിക്കുന്ന പാർട്ടികളുടെ ചോട്ടാ നേതാക്കന്മാര് പോലും പച്ചത്തെറിയാണ് SI-മാര് തുടങ്ങി മേലോട്ടുള്ളവരെ വിളിക്കുന്നത്. കണ്ടിട്ടില്ലേ നമ്മൾ വീഡിയോയില്? SI-യെയും സർക്കിൾ ഇൻസ്പെക്ടറെയും ഉൾപ്പെടെ പച്ചത്തെറിയാണോ, നിന്നെ ഞങ്ങൾ എടുത്തോളാടാ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് എന്നിട്ട് അവർക്കെതിരെ എന്ത് നടപടി? പലപ്പോഴും പോലീസുകാരനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ വീട്ടിൽ ഇടിച്ചു കയറാൻ ധൈര്യമുള്ള ഏത് പോലീസുകാരനുണ്ടാവും ഇവിടെ? എനിക്കതുകൊണ്ട് പോലീസുകാരെ പാവങ്ങളെ സത്യം പറഞ്ഞാൽ കുറ്റം പറയുന്നതിൽ ഇന്ന് രാവിലെ എല്ലാവരും ശശിയായില്ലേ? അപ്പൊ പോലീസുകാർ കയറി അവരെ പിടിച്ചോണ്ട് പോരുന്നെങ്കിൽ ഇന്ന് പോലീസുകാർ തൂങ്ങിയേനെ. കാര്യം ഇന്നിപ്പോ അവർക്ക് പരാതിയില്ല, എനിക്ക് പരാതിയില്ല, ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അത് തീർത്തു എന്ന് അവര് തന്നെ ചാനലിൽ കമന്ററി ഇത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമ്മൾ അതിനകത്ത് എന്ത് ഇടപെടണം? പോലീസുകാർക്ക് എന്ത് കാര്യം? പാവങ്ങള് അവരെന്തിനാണ് വെറുതെ കുറ്റം പറയുന്നത്? ഇനി അവിടെ ഒരു അത്യാഹിതം നടന്നതായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, എന്നെ സഹായിച്ചില്ല പോലീസുകാര്, അവർക്കിപ്പോ അങ്ങനെ ഒരു പരാതിയില്ല. നീതു, ഞാൻ പറഞ്ഞ അതിന്റെ പ്രശ്നം മനസ്സിലായോ? നമ്മുടെ രാജ്യത്ത് പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമില്ല, അധികാരമില്ല എന്നുള്ളത് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു സ്ട്രോങ് പാർട്ടി ഭരിക്കുമ്പോൾ ഇതുപോലെ എന്തും കാണിക്കാൻ ധൈര്യമുണ്ടാകുന്ന തന്റെ ഇടമുള്ള ഒരു മന്ത്രിയുടെ അടുത്ത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പല വർത്താനങ്ങളും ചാനലുകളിൽ കൂടി കേട്ടിട്ടുള്ളത്. പോലീസുകാർക്ക് ന്യായമായി പേടിയുണ്ടാവും അവിടോട്ട് കയറിച്ചല്ല. ഇന്നിപ്പം ഈ വാദിക്ക് വേണ്ടി സഹായിക്കാനാണോ പോലീസ് നിൽക്കാൻ അവർ പറയുന്നത് ഞങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് നിങ്ങൾ ഞാൻ ഇടപെടണ്ട. അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നീതു. നിങ്ങൾ ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അത് കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോ പത്രക്കാര് വിളിച്ച് ചോദിക്കുമ്പോ അവര് പറയേണ്ടിയിരുന്നാണ് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം, ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. കൂടുതൽ വർത്താനം പറയാൻ പിന്നെ നിൽക്കരുത്, പരാതി പറയാൻ നിൽക്കരുത്. ഇപ്പൊ തന്നെ ഗണേഷ് കാണിച്ച അബദ്ധം എന്താണ്? ഗണേഷ് അവരെ ചില വാക്കുകൾ ഉപയോഗിച്ച് ചാനലുകളോട് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് അവർ പ്രകോപിതയെ ഇതെല്ലാം തുറന്നു പറയാൻ തയ്യാറായത്. അല്ലെ അവർ തുറന്നു പറയാൻ പറ്റില്ലായിരുന്നു എന്ന്, അവർ തുറന്നു പറയാൻ സാധ്യതയില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്ന കാര്യമാണ്. അവർ തുറന്നു പറയാൻ കഴിയില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഒന്നുകിൽ പുറത്ത് നമ്മുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഇത്ര ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ CPM-നായാലും ശരി LDF-നായാലും ഉള്ള ആകെ പ്രശ്നം എന്താണ്? തിരഞ്ഞെടുപ്പാണ്. കാര്യം ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ, കോൺഗ്രസ് MLA-യുടെ കേസിൽ ഇവർ ഇങ്ങനൊന്നും അല്ല പയറ്റിയത്, നേരെ തിരിച്ച് അതിപ്പോ തിരിച്ചു പൂത്തുന്നു. അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഒരു ആശയക്കുഴപ്പം വരുത്തും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇടപെടണോ എന്നുള്ള ജനത്തിന്റെ സദാചാര ബോധമൊക്കെ വളരെ കൃത്യമായിട്ട്, സദാചാര ബോധം ഇല്ല എന്ന്, സദാചാര ബോധം നമ്മൾ വെറുതെ വിത്തിൻ ഇൻവേർട്ടഡ് കോമയിൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന സദാചാര ബോധം ഒരു വിദ്യാബോധം എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പണ്ടാരോ പറഞ്ഞ പോലെ അസമയത്ത് സൂര്യൻ ഉദിച്ചാലോ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാലോ സ്ഥലങ്ങളിൽ മറകൾ നീങ്ങിയാലോ നമുക്ക് സദാചാര ബോധം എവിടം വരെയൊക്കെ നിൽക്കുമെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ധാരണയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സദാചാര ബോധം ജനത്തിന് പ്രശ്നമില്ല. പത്തനാപുരം കൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനത്തിന് ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് മുമ്പ് പ്രശ്നം ഉണ്ടായിട്ട് വീണ്ടും ജയിപ്പിച്ചത്. നോക്കിക്കോ, ഒരു പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രശ്നമില്ല, ഭൂരിപക്ഷം കൂടുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ജനം തീരുമാനിക്കട്ടെ.
ജനം താല്പര്യമുള്ളവർ വോട്ട് ചെയ്യട്ടെ, താല്പര്യമില്ലാത്തവർ വോട്ട് ചെയ്യട്ടെ. തൽക്കാലം കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് നീതു. കാരണം ഞാൻ ഇനി അവര് പറഞ്ഞ ഇനി വേണമെങ്കിൽ കുറച്ച് പാവം പോലീസുകാരുടെ പുറത്ത് ഒരു ചാർജ് കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് അവസാനിപ്പിക്കാന്നുള്ളതല്ലാതെ എന്താ നിങ്ങൾ എന്തിനാ അവിടുന്ന് പോയി? അവരെന്ത് ചെയ്യണമായിരുന്നു? മന്ത്രിയെ വീട്ടിനകത്ത് കയറി മന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമായിരുന്നോ? അത് വിവരം അറിഞ്ഞേനെ ഒരു. അപ്പൊ അവർക്ക് കുറച്ച് ബുദ്ധി മിച്ചം അവശേഷിക്കുന്നത് കൊണ്ട് പോലീസുകാര് അവര് കുഴപ്പമില്ലെന്ന് കണ്ടപ്പോ അവര് പോയി, അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീതു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇല്ല, എന്തായാലും വ്യക്തമാണ്, വളരെ ക്ലിയർ ആണ്. എന്തായാലും അത് അവിടെ ഇനി ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് നോക്കാം, ഞങ്ങൾക്കറിയാം എന്ന പ്രശ്നമുണ്ട് എന്ന് വന്ന് പറഞ്ഞവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പറയുമ്പോൾ ഇനി കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. പിന്നെ പത്തനാപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിനെതിരെ അലിഗേഷൻ വന്ന സമയത്തൊക്കെ 10 മടങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ ജയിപ്പിച്ച ഒരു ടൈപ്പ് ഓഫ് മനുഷ്യന്മാരാണ്, ആളുകളാണ്. ഏത് തരത്തിലാണ് ആ ചിന്താഗതി പോകുന്നത് എന്ന് പോലും നമുക്കൊന്നും ചർച്ച ചെയ്ത ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയും ഉണ്ട് ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അലിഗേഷൻ വരുന്നത് ഒരു ട്രെൻഡായി കേരള പൊളിറ്റിക്സിൽ മാറുകയാണോ എന്നതാണ് അവശേഷിക്കുന്ന ഏക ചോദ്യം എന്ന് പറയുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ വിനോദ് ബി നായർ. ഭൂരിപക്ഷം കൂടുമായിരിക്കും, അതാണ് ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. യെസ്, എക്സാക്ട്ലി. എന്തായാലും അത്തരത്തിൽ ഭൂരിപക്ഷം കൂടാനായിരിക്കും സാധ്യത. കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.